മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി. രചന നിമിഷ രവീന്ദ്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇന്നാണ് ഫ്രഷേഴ്സ് ഡേ. ചക്ക നമ്മുടെ നിലയാണ് അവതാരിക. ഇത് പൊളിക്കും, കിടുക്കും, തിമിർക്കും. അപ്പൊ ഡിയർ ജൂനിയേഴ്സ്, ഞാൻ നില സന്തോഷ്. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ പേപ്പർ കഷ്ണം തരും. അതിൽ നിങ്ങളുടെ പേരും ക്ലാസ്സും എഴുതി അവിടെ കാണുന്ന ബൗളിൽ ഇടുക. അവൾ പറഞ്ഞനുസരിച്ച് എല്ലാവരും പേരെഴുതി ബൗളിലിട്ടു. ഞാനിപ്പോൾ പേര് വിളിക്കുന്നവർ സ്റ്റേജിൽ കയറി വരണം. പണി എന്നിട്ട് ഓക്കെ. അതിനുമുമ്പ് നിങ്ങൾ എന്റർടൈൻ ചെയ്യാനായി ഞങ്ങളുടെ സീനിയേഴ്സിന്റെ പരിപാടി. ആദ്യം ഞാൻ തന്നെ തുടങ്ങാം. പ്യാരി, പരിപാടി ആരംഭിക്കാൻ പോണേ. ആദ്യമായി ഞാൻ അവതരിപ്പിക്കുന്ന മോണോ ആക്ട്. കൈയടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി അത് ഓർമ്മ വെച്ചോ. അവൾ അവിടെ വെച്ചിരുന്ന കറുത്തമുണ്ട് പാന്റിന് മുകളിലായി കെട്ടി. കൂട്ടത്തിലോ റെയ്ബാൻ ഗ്ലാസും. ആദ്യമായി മലയാള സിനിമയുടെ മുത്ത്, രാജാവിന്റെ മകനിൽ നിന്നും മലയാള സിനിമയുടെ രാജാവായി മാറിയ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ പത്മശ്രീ ഭരത് മോഹൻലാൽ. കുട്ടികൾ കരഘോഷത്തോടെ അവളെ സ്വീകരിച്ചു. അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്ന മഹാസാഗരം. നനഞ്ഞിട്ടുണ്ട് ഒരുപാട്. 10ാം ക്ലാസ് തോറ്റു നിന്ന മോനെ കണ്ടപ്പോ അച്ഛനൊരാഗ്രഹം. എന്തിനാ? പ്ലംബിംഗ് പഠിക്കാൻ വിടാൻ. നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ഉത്തമൻ മേശ്ശേരി. ചെന്നപ്പോ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ സംഭവം? ജവാന്റെ കുറഞ്ഞ റം പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് കാണിച്ച് പുള്ളി പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ. പണിക്ക് പറഞ്ഞു വിട്ട അച്ഛനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പൈപ്പിന്റെ മുകളിൽ കയറിയെങ്കിരുന്നു. ചന്തി നനഞ്ഞാലെന്താ, മേശ്ശേരി ഫ്ലാറ്റ്. പിന്നെ കയ്യിൽ പൈപ്പ് റേഞ്ചും സോൾവെന്റുമായി കുറെ നാൾ. ഒടുവിൽ ഉത്തമ മേശ്ശേരിയുടെ പണിയും തട്ടിയെടുത്ത് ടാങ്കിൽ ഒരു പിടി പച്ചമണ്ണും വാരിയിട്ട് എങ്ങും നിലയ്ക്കാത്ത യാത്ര. സബറോങ്കി സിന്ദഗി നോ പണി വേലേം കൂലി നഹി ജാത്ത ഹൈ. അടുത്തതായിക്കൊണ്ട് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം ആർത്ത് വിളിച്ചും ആരാധിച്ചും ആഘോഷമാക്കി നമ്മുടെ സ്വന്തം മിക്ക പത്മശ്രീ ഭരത് ഡോക്ടർ മമ്മൂട്ടി. കാല് പിടിക്കാൻ കുനിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോനും വിഷയമല്ല. വള്ളോമ്പരം കലർന്നു കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയിലെ മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറഞ്ഞ നായിന്റെ മക്കളോട്. തോളിലെ പൊന്നാടെടുത്ത് സ്റ്റേജിൽ ഇടുപ്പിൽ കിട്ടിയ ഒരു ഡയലോഗ്. അപ്പോഴെങ്കിൽ ഡാൻസിലുള്ള കുട്ടികൾ സ്റ്റേജിലെത്തിയിരുന്നു. അവർക്ക് നടുവിലായി നിലയും. ജൂനിയർ പിള്ളേരെല്ലാം തിമിർത്ത് ആഘോഷിച്ചു. അപ്പോൾ അടുത്തതായി ഞങ്ങൾ സീനിയേഴ്സിന്റെ പരിപാടിയാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുന്ദരനും സുമുഖനും ആരോഗ്യ ദൃഢഗാത്തനും അഭ്യസ്തവിദ്യനും സർവോപരി സൽഗുണ സമ്പന്നനും ഈ കോളേജിലെ പെൺകുട്ടികളുടെ അടിവയറ്റിൽ മഞ്ഞു പെയ്യിപ്പിക്കുന്ന ഞങ്ങളുടെ കോളേജിന്റെ സ്വന്തം അഭിമാനം, ഞങ്ങളുടെ സ്വന്തം മസിലളിയൻ സഞ്ജയ് ദേവ്. നില ഉറക്കെ പറഞ്ഞു. പണി വരുന്നുണ്ട് അവറാച്ച. ആൽബിയെ താങ്ങിയുന്ന സഞ്ജുവിന്റെ കൈ പതിയെ താഴേക്ക് വീണു. ചെല്ല് ജന്മശത്രു വിളിക്കുന്നു. ആൽബിയും അഭിനും കളിയാലെ പറഞ്ഞു. സഞ്ജു മിഴിച്ചു. വരൂ സഞ്ജയ്, വരൂ. നില വീണ്ടും വിളിച്ചു. അവൻ പള്ളി അടിച്ചുകൊണ്ട് നടന്നു നീങ്ങി സ്റ്റേജിലെത്തി. അപ്പൊ പ്രിയപ്പെട്ട ജൂനിയേഴ്സ്, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഒന്നും ചോദിക്കരുത്, നടക്കൂല. പക്ഷെ ഒരു 100 പുഷപ്പ് അത് സഞ്ജു എടുത്തിരിക്കും, അല്ലേ സഞ്ജു? എല്ലാവരും കൈയടിച്ച്. വേറെ വഴിയിൽ നിന്ന് സഞ്ജുവിന് മനസ്സിലായി. അവൻ സ്റ്റേജിൽ പുഷപ്പ് എടുത്ത് തുടങ്ങി. 1, 2, 3. അങ്ങനെ 50 എത്തിയപ്പോൾ നില ഇടയിൽ കയറി. നിർത്ത്, ഇതൊക്കെ സഞ്ജുവിന് പുഷ്പം പറിക്കുന്ന പോലെയാ. ഒരു വെയിറ്റ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. പേടിക്കണ്ട, തരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ പുറത്തേക്ക് കയറിയിരുന്നു. ഇനി എടുത്തോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മോളെ നില. അവൻ ആത്മഹതിച്ചു. 51, 52, 55, 75. പെട്ടെന്ന് അവനവൾ വാരി വലിച്ച് താഴേക്ക് ഇട്ടു. അവൾ ഞെട്ടി. അപ്പോഴവൻ പുഷപ്പ് നിർത്തിയില്ല. തന്റെ മുഖത്തിന് നേരെ എതിരെയാണ് അവന്റെ മുഖം. അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു വന്നു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ ചുടുനിശ്വാസം അവളെ തളർത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ടിരുന്ന കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. കരഘോഷങ്ങൾ ഉയർന്നു. സഞ്ജു 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 സഞ്ജു. അതെ, ഒരു ഉമ്മറിട്ടേടി. ആ ബഹളത്തിനിടയിൽ അവൻ അവളുടെ കാതോരം ഒഴിഞ്ഞു. അവൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ നോക്കി. മുതലെടുക്കുവാണല്ലേ സജി? അതേലോ. അവളുടെ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു. 98, 99, 100. കൗണ്ട് അവസാനിച്ചു. അവൾ ചമ്മലോടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ നല്ല അന്തസ്സായിട്ട് സഞ്ജു നില കൊടുത്ത പണി തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് അബിൻ സ്റ്റേജിലേക്ക് കയറി. ഹലോ ജൂനിയേഴ്സ്, ഞാൻ അബിൻ ജോർദാൻ. നില ക്ഷീണം മാറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഓരോ നാരങ്ങ വെള്ളമായാലോ? അപ്പോൾ നിങ്ങൾ മാക്സിമം എന്റർടൈൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി സീനിയേഴ്സിനെ എന്റർടൈൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കാണ്. അപ്പോൾ തുടങ്ങുമല്ലേ? ആദ്യമായിട്ട് പണി കിട്ടുന്ന ആർക്കാണ്? അബിൻ ബോളിൽ നിന്നൊരു ചീട്ടെടുത്തു.
നന്ദന, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. കയ്യടിയോട് സ്വാഗതം ചെയ്യൂ നന്ദന, വെൽക്കം. നന്ദന അല്പം ഭയത്തോടെ സ്റ്റേജിലേക്ക് കയറി. അപ്പൊ നന്ദന, ഇതാണ് തനിക്കുള്ള ടാസ്ക്. എല്ലാ കോളേജിലുള്ള അതേ തുടക്കം, പ്രപ്പോസൽ. പക്ഷെ സീനിയർ ആയിരിക്കണം, അത് നിർബന്ധം. എല്ലാവരും കൈയടിച്ചു. അപ്പൊ നന്ദന ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? പറയൂ. അത് സഞ്ജയേട്ടനെ. ഏട്ടൻ്റെ ആ ബോഡിയും സ്മാർട്ട്നെസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് സഞ്ജയേട്ടനെ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ഈശ്വര, ഇവിടെ ബോഡി എടുക്കേണ്ടി വരുമോ? സഞ്ജുവിന്റെ കണ്ണുകൾ എന്തുകൊണ്ടോ നിലയാണ് തേടിയത്. എന്നാൽ അവൾക്കൊരു കൂസലുമില്ല. ഫുഡ് കിട്ടുന്ന തിരക്കില്ല ക്ഷീണം മാറ്റാൻ. നന്ദന സഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നു. സഞ്ജയേട്ടാ, എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമായി. വിൽ യു ബി മൈ ബെറ്റർ ഹാഫ്? ഐ ലവ് യു. അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി എല്ലാവരും സഞ്ജുവിനെ നോക്കി. എന്നാൽ സഞ്ജു നന്ദനെ നോക്കിയ ശേഷം തല തിരിച്ചുകൊണ്ട് നിലയെ നോക്കി. അവളും അവന്റെ മറുപടിക്കായി കാതോർത്തിരിക്കുകയാണ്. സോറി, ഐ എം ഓൾറെഡി കമ്മിറ്റഡ്. നിലയെ നോക്കി അത് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നി. ആരാണത്? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. അപ്പോഴേക്കും നില ഓടിച്ചെന്ന് സ്റ്റേജിൽ കയറി ഇച്ചായൻ്റെ ഒരു തള്ളു. ചേച്ചേ, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ഞാൻ സഞ്ജു എന്ന പണി ഏറ്റുവാങ്ങി ക്ഷീണം തീർത്ത് വന്നിരിക്കുകയാണ്. ഇമാതിരി ചീള് പരിപാടി ഇവിടെ പറ്റില്ല. വി വാണ്ട് എന്റർടൈൻമെന്റ്. പിന്നെ മോളെ നന്ദനെ, നിന്റെ പ്രപ്പോസൽ നന്നായിരുന്നു. പക്ഷെ ആള് തെറ്റിപ്പോയി. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? കാണണം. പ്രേമം ദുഃഖമാണുണ്ണീ, സൗഹൃദമല്ലോ സുഖപ്രദം എന്നാണല്ലോ. അതുകൊണ്ട് ഇട്ടണോ പിള്ളേരെ സിംഗിൾ പസംഗ സോങ്. അപ്പൊ അടുത്തതായി മഹേഷ് CA. അപ്പൊ മഹേഷേ, ഇതാണ് തനിക്കുള്ള കോസ്റ്റ്യൂം. ഒരു കൈലിയും ബ്ലൗസും കയ്യിൽ കൊടുത്തു. ഇത് വേഗട്ടെ, പണി എന്നിട്ട് പറയാം. ആഹാ, അന്തസ്, നല്ല ഒറിജിനാലിറ്റി. ഇനി പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് അത് വേണം, മസ്റ്റാ. അപ്പൊ സുന്ദരി മഹേഷ് റെഡിയല്ലേ? പാട്ടിട്. മഹേഷിന്റെ എക്സ്പ്രഷനും കളിയും എല്ലാവരും ചിരിച്ചും മണ്ണ് തപ്പി. അടുത്തതായി ഇബിനു, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇബിനു വളരെ കൂളായി സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ ഇതാണ് ഇബിനു, തനിക്കുള്ള ടാസ്ക്. ദേ, ഈ ഭംഗിയുള്ള സാരി കണ്ടോ? ഇതൊന്ന് ഭംഗിയായിട്ട് കൊടുത്തേ. ചേച്ചി ഒന്ന് കാണട്ടെ. ചേച്ചി, ദിസ് ഇസ് ടു മച്ച്. വേഗാവട്ടെ, എല്ലാവരും കാണാൻ കാത്തിരിക്കുക. ഇബിനു അല്പം നാളത്തോടെ സാരി വലിച്ചു വിറ്റി. ദൈവമേ, ഈ സാരിയുടെ തുമ്പ എവിടെയാ? ഇത് ഉടുക്കുന്നവരൊക്കെ സമ്മതിക്കണം. അവൻ എങ്ങനെയൊക്കെയോ വാരി ചുറ്റി. മതിയോ ചേച്ചി, ഞാനെന്നാ പോയിക്കോട്ടെ. ആഹാ, അങ്ങനെയൊക്കെ പോയാലോ? ഒരു റാം വാക്ക് കൂടെ ചെയ്തിട്ട് പോയെന്റെ സുന്ദരി കുട്ടാ. ചേച്ചിക്ക് ഇനിയും മതിയായില്ല അല്ലേ? ഇവനൊരു സൂപ്പർ റാം വാക്ക് തന്നെ കാഴ്ചവെച്ചു. അവസാനം സാരി അഴിഞ്ഞു വീണു. കുട്ടികൾ കൂവി വിളിച്ചു. ഒരു ചമ്മിയ ചിരിയോടെ ഇവന് സദസ്സ് വിട്ടു. അങ്ങനെ രസകരമായ ഒട്ടനവധി ടാസ്ക് കൊടുത്തു. ജൂനിയേഴ്സ് സീനിയേഴ്സ് തമ്മിൽ നല്ലൊരു ബന്ധം അവർ സൃഷ്ടിച്ചു. സീനിയേഴ്സിനുള്ള മതിപ്പും ബഹുമാനവും ഒന്നുകൂടെ കൂടിയെന്ന് തന്നെ പറയാം. അടുത്ത ദിവസം കോളേജ് ഗേറ്റിന്റെ മുൻവശത്തായി ആൽബി, അബിനും സഞ്ജുവും നിന്നു. അവർക്ക് എതിർവശത്തായി നിലയും അബിയും ദീപുവും. അപ്പോഴാണ് ആ വഴിക്ക് നടന്നു വരുന്ന ഒരു കുട്ടിയിൽ അബിന്റെ കണ്ണുടക്കുന്നത്. അവളെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. കാരണം അവളുടെ മുഖമാകെ ആരോ അടിച്ച് പഞ്ചറാക്കിയിരിക്കുന്നു. ആരോ നന്നായി പഞ്ഞിക്കിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ എവിടെയോ കണ്ട പോലെ. സഞ്ജു, ആ കുട്ടി എവിടെയോ കണ്ട പോലെ. നമ്മുടെ നാട്ടുകാരി മറ്റും ആണോ? നോക്കിയേ. സഞ്ജു പതിയെ തലയുയർത്തി നോക്കി. ഒപ്പം ആൽബിയും. സഞ്ജു, ഇന്ന് ഇന്നലെ പ്രപ്പോസ് ചെയ്ത് നന്ദനയല്ലേ? ആൽബി പറഞ്ഞു. എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി. ഒന്നേ വന്നേ, അവൻ കൈകുട്ടി വിളിച്ചു. അവൾ പതിയെ നടന്നു വന്നു. മൂക്കിൽ സ്റ്റിച്ചുകളോണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ള പാവം. ഇവളെന്താടാ ഈ പറയുന്നേ? ആൽബി ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ എന്നെയെന്ന്? ഓ, അങ്ങനെ മനസ്സിലായി. മൂക്കിൽ എന്താ പറ്റിയേ? ഇവളെന്ത് തേങ്ങയാടാ ഈ പറയുന്നേ? നന്നായിട്ട് പോയിക്കോ, ടേക്ക് റെസ്റ്റ്. സഞ്ജു പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയ നിലയായിരുന്നു. അവൾ നിന്ന് പരുങ്ങുന്നു. അത് കണ്ടപ്പോഴേ സഞ്ജുവിന് കാര്യം മനസ്സിലായി. അവൻ നേരെ നിലയുടെ അടുത്തേക്ക് ചെന്നു. സഞ്ജു വരുന്ന കണ്ടപ്പോൾ തന്നെ അവൾ നടന്നു നീങ്ങി, അല്പം വേഗത്തിൽ തന്നെ. സഞ്ജു ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചു. സഞ്ജു, വീട് സഞ്ജു, ഇത് കോളേജാ, നമ്മുടെ വീടല്ല. നില പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കുന്നില്ല. അവളെയും വലിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ മറവിൽ നിന്നു. അവളുടെ കൈ പിടിച്ചു. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിലയുടെ ചോദ്യമെത്തി. നിനക്കറിഞ്ഞൂടാ? എന്നാ പറയാം. എന്തിനാടി നന്ദനയുടെ മൂക്കിടിച്ച് പഞ്ഞിക്കിട്ടെ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എനിക്ക് വേറെ പണിയില്ലേ? നോണ പറഞ്ഞ കാലവാരി നിലത്തിരിക്കും. സത്യം പറയടി. ഞാൻ തന്നെയാ. എന്തേ? അവൾ വൈകുന്നേരം കോളേജിൽ നിന്ന് പോകുമ്പോൾ വിളിച്ചിരുത്തി കവിളിലേക്ക് ആഞ്ഞൊന്ന് കൊടുത്തു. പിന്നെ മൂക്കിലിട്ട് 4 ഇടിയും, കണ്ണിൽ കൈയിട്ടു, അണ്ണാക്കിൽ പിടിച്ച് മാന്തി. അതിനിപ്പോ എന്ത് വേണം? അവൾക്ക് ഇതപ്പോടെ ചോദിച്ചു. എന്തിനാ അങ്ങനെ ചെയ്തെന്ന്? അതാ ഞാൻ ചോദിച്ചു. അത് എനിക്ക് തോന്നിയിട്ട്. എടി മോളെ, നിന്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചാ ചെവിക്കല്ല് പൊളിക്കും. നോയിക്കോ, മര്യാദക്ക് പറയടി, എന്തിനാണ് ചെയ്തത്? അവള് നിന്നോട് അങ്ങനെ പറയാത്ത ഇഷ്ടപ്പെടാത്തോണ്ട്. പിന്നെ നീ ഓവർ ഡയലോഗൊന്നും പറയണ്ട. ഞാൻ സിദ്ധുവരോട് സംസാരിച്ച് നിനക്കെന്താ? അപ്പൊ നിനക്കും ദേഷ്യം വന്നില്ലേ? അതുപോലെ തന്നെ എനിക്കും. കാരണം അവൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. കാരണം? സഞ്ജു കയ്യിൽ പിടിച്ചു മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്.
ഞാൻ ഇഷ്ടപ്പെടാത്ത നിന്നെ വേറെ ആരും ഇഷ്ടപ്പെടാന്ന് തോന്നിയോണ്ട്. അവനെ തള്ളി മാറ്റി അവൾ ഓടി. ഒരു കള്ളച്ചിരിയാലേ അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു. സഞ്ജു തിരിച്ചു വന്നപ്പോൾ അവനെയും കാത്തു നിൽക്കായിരുന്നു അഭിസൻ. എന്താണ് മോനെ ഒരു ചുറ്റിക്കളി? എന്തു ചുറ്റിക്കളി? ഒന്ന് പോടാ. ഞാൻ ചുമ്മാ ചുമ്മാ എന്റെ പൊന്നളിയ ഒന്നുമില്ല, വാ നടക്ക്. പൊന്നു മോനെ സഞ്ജു, കന്നിമാസം വന്നോന്നറിയാൻ പട്ടി കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓഹോ, കലണ്ടർ നോക്കാതൊക്കെ നീ പറയൂ? അയ്യടാ, ദിലീപേട്ടനാണെന്നാ വിചാരം. പിന്നെ നീറോ ശരിക്കുമാറോ ഒന്ന് വാടാ ശേഖ. അവർ തോളിൽ കയറ്റ് മുന്നോട്ട് നടന്നു. അങ്ങനെ കളിയും ചിരിയുമായി മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഒരിക്കൽ സിദ്ധു നിലയെ പ്രപ്പോസ് ചെയ്തു. അവളെ തള്ളിക്കളഞ്ഞു. സഞ്ജുവും സിദ്ധുവും തമ്മിൽ കോർത്തെങ്കിലും അടിയാവാതെ അത് അവസാനിച്ചു. ആൽബി, നിന്നെന്തിനാണ് സിദ്ധാർത്ഥ വിളിച്ചത്? സഞ്ജു സംശയത്തോടെ ചോദിച്ചു. കൂടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. ഏയ് അതൊന്നുമില്ല, കോളേജിലെ ഇലക്ഷൻ വരുക, സെക്കൻഡ് ഇയേഴ്സിന് സീറ്റുള്ളതാ. അതിൽ എന്നോട് നിൽക്കാൻ പറഞ്ഞു. ചെയർമാൻ സ്ഥാനത്തേക്ക് സിദ്ധാർത്ഥ നിൽക്കുന്നത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാം, ഞാനില്ലെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞേ? നിനക്ക് ഇന്നൂടെ? കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ? കിട്ടിയ കോളേജ് ചെയർമാനെ മോനെ. ഒന്ന് പോയടാ, എന്നൊക്കെ ആര് ജയിപ്പിക്കാനാ? നീ വേണേ ഒരു കൈ നോക്കിക്കോ. ആൽബി, അയ്യോ നമ്മളില്ലേ, പ്രണയം രാഷ്ട്രീയം അതൊക്കെ ടോക്സിക്കാ, സന്തോഷിപ്പിച്ച് കൊല്ലുന്ന വിഷം. എനിക്കതിന് താല്പര്യമില്ല. നിങ്ങളാരെങ്കിലും നിൽക്കുവാണെങ്കിൽ നിന്നോ. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ഫുട്ബോൾ കോർട്ട് ഒപ്പിക്കാം. പിന്നെ വേറെ സൗകര്യങ്ങളും ഇരിക്കട്ടെ നമ്മുടെ ഇടയിൽ നിന്നൊരു മുത്ത്. സഞ്ജു, ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീ നിൽക്ക്. ഒരു പാർട്ടിയും ചിഹ്നം വേണ്ട. വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയായി നിന്നാൽ മതി. ഞങ്ങളുടെ കൂടെ. ഇല്ലടാ, എനിക്ക് താല്പര്യമില്ല. അതൊന്നും ശരിയാവില്ല. എനിക്ക് രാഷ്ട്രീയം അറിയില്ല. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്കും വേണ്ട. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എനക്കുണ്ട്. പിന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും നിന്നെ. നീ നിന്നാൽ ജയിക്കും, ഞങ്ങൾക്ക് അത് ഉറപ്പുണ്ട്. സമ്മതിക്കും സഞ്ജു. സോറി മക്കളെ, ഞാനില്ല. ആൽബി നിൽക്കട്ടെ, കൂടെ സപ്പോർട്ട് നമ്മളുണ്ടാവും കട്ടക്ക്. ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ അതിലൊരു തീരുമാനമായി. നാളെയാണ് നോമിനേഷൻ. എല്ലാവരും തയ്യാറെടുപ്പുകൾ തുടങ്ങി. എനിക്കെന്തോ ടെൻഷനാവുന്നടാ. കൊമേഡിയനായിട്ട് അഭിനയിക്കാൻ വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഈ സാഹസം കാണിക്കുന്ന അക്രമമാണ്. ആൽബി, നീ ഒന്ന് സമാധാനിക്കേണ്ട ആൽബി. നമ്മൾ ജയിക്കും, ഇല്ല ഞങ്ങൾ ജയിപ്പിക്കും. പിന്നെ കൊമേഡിയൻ അതിപ്പോ നിങ്ങളെ തകർത്ത് ആടുമല്ലേ, നടക്കട്ടെ. ശരി, നമ്മൾ എന്ത് ചെയ്യുന്ന എടുക്കണം? അബി, ഞാൻ പറയാം. നീല എവിടുന്ന് ഓടിക്കതച്ച് വന്നു. ഞാൻ പോകുന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്ക്. മണ്ടത്തിനം പറയാനായിട്ട് മാത്രം തുറക്കുന്ന ഒരു വായും, അത് കേൾക്കാൻ കുറെ പേരും. അതും പറഞ്ഞുകൊണ്ട് പൊടിയും തട്ടി സഞ്ജു നടന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നീ പറവങ്ങളെ, ഞങ്ങളുണ്ട് കൂടെ. നമുക്ക് ബൾബാക്കിയാലോ ചിഹ്നം? ഐഡിയയുടെ സിമ്പിളായ ബൾബ്. ആൾറെഡി ട്യൂബ് ലൈറ്റ് ആക്കാം. അതാവും പിള്ളേർക്ക് ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കാമല്ലോ. അവൻ വിളിച്ചപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു. ദുഷ്ടത്തി, മനുഷ്യനെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുക. അതും പറഞ്ഞുകൊണ്ട് ആൽബി നടന്നു. ഒന്നും പറയാതെ പുറകെ അഭിസേനും പിള്ളേരും. വേണ്ട, കുറുക്കുറ അല്ലെങ്കിൽ ചിപ്സ്, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉത്തരം വന്നില്ലെങ്കിലും ആൽബിയുടെ ഒരു ചെരുപ്പ് അവൾക്ക് മുമ്പിൽ ഹാജറിട്ടു. ഞാൻ എൻ്റെ വോട്ട് നിനക്ക് തരില്ല, ഞാൻ സിദ്ധുവിനെ കൊടുക്കുള്ളൂ. നില വിളിച്ചു പോയി. പറയേണ്ട താമസം. ആൽബിയുടെ അടുത്ത ചെരുപ്പും ഹാജറിട്ടു. അവൾ പതിയെ തിരിഞ്ഞോടി. ഇല്ലേ, ചിലപ്പോൾ ചെരുപ്പ് മഴ തന്നെ പെയ്യാൻ സാധ്യതയുണ്ട്. എന്തു പറഞ്ഞാലും നിനക്കിതിനകത്ത് കയറാൻ അനുവാദമല്ല. നീ തിരിച്ചു പോ സഞ്ജു. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനകത്ത് കയറിയിരിക്കും. നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് മതിയായില്ലേ ചിത്തു? എന്താ ഇവിടെ പ്രശ്നം? സിദ്ധു അവിടേക്ക് നടന്നൊന്നൊരു ചോദിച്ചു. നോമിനേഷൻ കൊടുക്കാൻ വന്ന അകത്ത് കയറ്റില്ലെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് സിദ്ധു സാറേ? അത് ഇവിടുത്തെ നിയമമാണ്. പലപ്പോഴും നീ ആ നിയമങ്ങൾ അറിയാമല്ലോ സഞ്ജു. സെക്കൻഡ് ഇയേഴ്സിന് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ നോമിനേഷൻ ഞങ്ങൾ കൊടുത്തിരിക്കും. അതിനി ആര് തടഞ്ഞാലും. ഓ, അപ്പൊ നീയാണോ സ്ഥാനാർത്ഥി? കൊള്ളാം, നിനക്ക് അത്രക്ക് ധൈര്യം. എന്നാ നീ കേട്ടോ, നല്ല തന്തക്ക് ജനിച്ച മകനാണെങ്കിൽ നീ ജയിച്ചു കാണിക്കടാ. തന്തക്ക് വിളിക്കുന്നോടാ. അതും പറഞ്ഞുകൊണ്ട് സഞ്ജു സിദ്ധുവിനെ ആഞ്ഞു ചവിട്ടി. സിദ്ധു താഴേക്ക് വീണു. ഇത് കണ്ടുവന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. കാരണം സിദ്ധുവും സഞ്ജുവും തമ്മിൽ അടിയുണ്ടായാൽ ആര് ജയിക്കുമെന്നത് കോളേജിലെ എപ്പോഴത്തെയും ചർച്ചാ വിഷയമാണ്. സിദ്ധു എഴുന്നേറ്റ് വന്ന് കിട്ടിയ ചവിട്ടി തിരിച്ചു കൊടുത്തു. സഞ്ജു താഴേക്ക് വീണു. രണ്ടാളും ഓടി വന്ന് രണ്ടുപേരുടെയും നെഞ്ചിലേക്ക് ചവിട്ടി. രണ്ടാളും പുറകിലേക്ക് വേച്ചു പോയി. സിദ്ധു കൈ ചുരുട്ടി മുഖത്തേക്ക് നീട്ടി. സഞ്ജു കൈ തടഞ്ഞുകൊണ്ട് തിരിച്ചു പിടിച്ച് പുറത്തേക്ക് ചവിട്ടി. സിദ്ധു ഫ്രണ്ടിലേക്ക് പോയി. തിരിഞ്ഞു വരവെ സഞ്ജു കൈ സിദ്ധുവിന്റെ ഇടുപ്പിലേക്ക് പഞ്ചിന് നീട്ടി. എന്നാൽ സിദ്ധു പുറകിലേക്ക് നീങ്ങി സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. ഒന്ന് ലോക്കായെങ്കിലും സഞ്ജു സിദ്ധുവിന്റെ കഴുത്തിൽ പിടിച്ച് മലർത്തി അടിച്ചു. സിദ്ധു നെഞ്ചും തള്ളി താഴേക്ക് വീണു. സഞ്ജു സിദ്ധുവിന്റെ മേലേക്കിരുന്ന് മുഖത്തേക്ക് മുഷ്ടിയുട്ടി അടിച്ചുകൊണ്ടിരുന്നു. സിദ്ധു ചോര തുപ്പി. സഞ്ജു കഴുത്തിലേക്ക് മുട്ടുകൈ ചേർത്തു. തന്തക്ക് പറയുന്നുള്ള നായേ, ദേവരാജ് എന്ന നല്ല തന്തക്ക് പറഞ്ഞ മകൻ തന്നെയാളാ ഈ സഞ്ജയ് ദേവ്. അല്ലാതെ മാധവ് സാറിനെ പോലെ നല്ല മനുഷ്യന് ജനിച്ച് ചെറ്റത്തരം കാണിക്കുന്ന മകനല്ല. ഒന്നുകൂടെ നീ കാതു തുറന്ന് കേട്ടോ, ഇവിടെ വരുന്ന ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഈ ചെയർമാൻ സ്ഥാനം.
എന്നാ ഇപ്പൊ പറയുവാ ഈ പ്രാവശ്യത്തെ ചെയർമാൻ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത് ഞാനാ. എന്റെ പേര് സഞ്ജയ് ദേവ് എന്നാണെങ്കിൽ ഞാൻ ജയിച്ചിരിക്കും. നിലയുടെ വിസിലാണ് എല്ലാവരും ഞെട്ടിയുന്നുടർന്നു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. സഞ്ജു നേരെ ചെന്ന് നോമിനേഷൻ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.